വേർബ്സ്. എന്താണ് വേർബ്? വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷ് ഗ്രാമറിലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ്, കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ് വെർബ്? ക്രിയ. എന്താണ് ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നതാണ് നമ്മൾ വേർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ആക്ഷൻ, അല്ലെ? ഒരു ആക്ഷൻ ആണ് വേർബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ അറിയണ്ടേ? എന്താണ് വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് വേർബിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കണ്ടേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ് വേർബിനെ കുറിച്ചിട്ടാണ്. സോ ദിസ് ഈസ് ഡിസോൺ ഹൈബ്രിഡ് ക്യാമ്പസ്. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ അജീഷ്. സോ വെൽക്കം. ഇത് ഈ ഒരു ക്ലാസ് MS യൂണിവേഴ്സിറ്റി BA ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസ്, ആൻഡ് ദ പേപ്പർ നെയിം ഈസ് ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ആൻഡ് അവർ ചാപ്റ്റർ ഈസ് യൂണിറ്റ് 1 പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ചിലെ പാർട്ട് 5 ആണ് ഇപ്പൊ മിസ് എടുക്കുന്നത്. അതിൽ വരുന്നതാണ് വേർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് വേർബ്? എന്താണ് പ്രവൃത്തി? എന്താണ് ഒരു ആക്ഷൻ എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ ചായ കുടിച്ചു, ഞാനിപ്പോ ക്ലാസ് എടുക്കുന്നു, ഞാൻ എഴുതി, ഞാൻ ചിത്രം വരച്ചു. ഇതിലേതാണ് പ്രവൃത്തി? ഇതിലേതാണ് പ്രവൃത്തി? ഞാൻ ചായ കുടിച്ചു എന്ന് പറയുമ്പോൾ ഇതിലേതാണ് പ്രവൃത്തി? കുടിച്ചു എന്നതാണ് പ്രവൃത്തി, അല്ലെ? ഞാൻ ചിത്രം വരച്ചു, ഇതിലേതാണ് പ്രവൃത്തി? വരച്ചു എന്നുള്ളതാണ് പ്രവൃത്തി, അല്ലെ? അപ്പോ ഇത്തരത്തിൽ നമ്മൾ പറയുന്ന വാക്കുകളിലൊക്കെ ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കും. ആ പ്രവൃത്തിയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? വേർബ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യം. ഇപ്പൊ നമ്മളൊരു സെന്റൻസ് പറഞ്ഞു, ആ സെന്റൻസിൽ ഞാൻ എന്ത് ചെയ്തു എന്നതാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആ ചെയ്ത കാര്യത്തെ, ആ ഒരു പ്രവൃത്തിയെ, ആ ഒരു ആക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേർബ് എന്ന് പറയുന്നത്, പ്രവൃത്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ട് തരം വേർബുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ആക്ഷൻ വേർബും ഒന്ന് സ്റ്റേറ്റീവ് വേർബും. ഓക്കെ, വെറുതെ മനസ്സിലാക്കി വെക്കുക. ഒന്ന് ആക്ഷൻ വേർബും ഒന്ന് സ്റ്റേറ്റീവ് വേർബും. അങ്ങനെ രണ്ട് വേർബാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്, ഫസ്റ്റ് പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് ഈ ആക്ഷൻ വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്താണ് സ്റ്റേറ്റീവ് വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഓക്കെ, ഇതിലിപ്പോ ഞാൻ പറയട്ടെ, സീന പ്ലേസ് ടെന്നീസ്. സീന ടെന്നീസ് കളിച്ചു. അതൊരു ആക്ഷൻ ആണ്, അല്ലെ? അവിടെ ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ട്, അല്ലെ? സീന പ്ലേസ് ടെന്നീസ്. സീന ടെന്നീസ് കളിച്ചു. അവിടെ ഒരു പ്രവൃത്തി നടന്നു, അതൊരു ആക്ഷൻ ആണ്, അല്ലെ? ദേ ഡ്രാങ്ക് ടീ. എന്താണ്? അവര് ചായ കുടിച്ചു. ദേ ഡ്രാങ്ക് ടീ. അവരെന്താണ്? ചായ കുടിച്ചു. അതും ഒരു ആക്ഷൻ ആണ്. അവർ ചായ കുടിച്ചിട്ടുണ്ട്, അതൊരു ആക്ഷൻ ആണ്. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്, ദേ ആർ ബ്രദേഴ്സ്. അവരെന്താണ്? ബ്രദേഴ്സ് ആണ്. അവര് ബ്രദേഴ്സ് ആണ്. അതുപോലെ തന്നെ ഷീ ലൈക്ക് ഐസ്ക്രീംസ്. ഷീ ലൈക്ക് ഐസ്ക്രീംസ്. അതെന്താണ്? അതൊരു പ്രവൃത്തിയല്ല. അത് പ്രവൃത്തി അല്ലാത്ത ഒരു സ്റ്റേറ്റീവ് ആയിട്ടുള്ള വേർബാണ്. എന്ന് വെച്ചാൽ ചലനമില്ലാത്ത വേർബ് എന്നാണ് പറയുന്നത്. പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ. ഇതെന്താണ്? ഇത് ചലനമില്ല, സ്റ്റേറ്റീവ് ആയിട്ടുള്ള വേർബുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത്തരത്തിലുള്ള, എന്ന് വെച്ചാൽ ചലനമില്ലാത്ത വേർബുകൾ. ഇത്തരത്തിൽ മാറ്റങ്ങളൊന്നുമില്ല. അവര് ബ്രദേഴ്സ് ആണ്. അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ അതൊരു പ്രവൃത്തി തന്നെയാണ്, പക്ഷെ അത് സ്റ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വേർബ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത്, വേർബിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. മെയിൻ വെർബായിട്ടും ഓക്സിലറി വെർബായിട്ടും നമുക്ക് തിരിക്കാം. അപ്പൊ വേർബിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് മെയിൻ വെർബും ഒന്ന് ഓക്സിലറി വെർബും. എങ്ങനെയാണ്? മെയിൻ വെർബ് ആൻഡ് ഓക്സിലറി വെർബ്. അപ്പോ ഈ ഓക്സിലറി വെർബ്സിനെ നമ്മൾ ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ. എന്താണ് പറയാറുള്ളത്? ഓക്സിലറി വെർബ്സിനെ നമ്മൾ എന്നും കൂടെ പറയാറുണ്ട്, ഹെൽപ്പിംഗ് വെർബ്സ് എന്നും കൂടെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ മെയിൻ വെർബും ഓക്സിലറി വെർബും, ഓക്സിലറി വെർബ് ഓർ ഹെൽപ്പിംഗ് വെർബ്, അങ്ങനെ രണ്ടായിട്ട് നമ്മൾ വേർബിനെ തരം തിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ആക്ഷൻ വേർബും ഉണ്ട്, സ്റ്റേറ്റീവ് വേർബും ഉണ്ട് എന്ന് പറഞ്ഞു, അല്ലെ? ആക്ഷൻ വേർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ കാണിക്കുന്നത്, അതൊരു ആക്ഷൻ വേർബാണ്. സ്റ്റേറ്റീവ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ചലനമില്ല, അതായത് അത് സ്ഥിരതയോടുകൂടി നിൽക്കുന്ന ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ഒരു സ്റ്റേറ്റീവ് വേർബ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, വേർബിനെ നമ്മൾ രണ്ടായി തിരിക്കുന്നു, ഓക്സിലറി വേർബ്സ് ആൻഡ് മെയിൻ വേർബ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്. ഓക്സിലറി വേർബ്സിനെ നമ്മൾ ഹെൽപ്പിംഗ് വേർബ്സ് എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോ ഈ എന്താണ് ഓക്സിലറി വേർബ്സും എന്താണ് ഹെൽപ്പിംഗ് വേർബ്സും തമ്മിലുള്ള വ്യത്യാസം എന്നറിയണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു തരാം. രവി വാച്ചിങ് TV. രവി വാച്ചിങ് TV എന്ന് പറയുന്നത്, അവിടെ മെയിൻ വേർബ് എന്താണ്? അവിടെ മെയിൻ വേർബായിട്ട് വരുന്നത് വാച്ചിങ് TV എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ രവി എന്ന് പറയുന്നത് അവിടെ ഒരു മെയിൻ വേർബായിട്ട് തന്നെയാണ്. രവി വാച്ചിങ് TV എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് മെയിൻ വേർബായിട്ടാണ് വരുന്നത്. ദെൻ അവിടെ ഒരു സപ്പോർട്ടിങ് വേർബായിട്ട് വരുന്നത് എന്താണ്? രവി ഈസ് വാച്ചിങ് TV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
അവിടെ ഒരു സപ്പോർട്ടിങ് ഒരു ഹെൽപ്പിംഗ് വേർബ് വന്നു അല്ലെ. ഈസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓക്സിലറി വേർബ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് വേർബ് ആയിട്ട് അവിടെ ഈസ് വന്നു. മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ വേർബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, മെയിൻ വേർബിന്റെ മുന്നിലായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന വേർബുകളെയാണ് നമ്മൾ ഹെൽപ്പിംഗ് വേർബ്സ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ വേർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രവൃത്തിയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ് വേർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ആക്ഷൻ വേർബ് എന്നും സ്റ്റേറ്റീവ് വേർബ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് അതാണ്. ആക്ഷൻ വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. സീന പ്ലേസ് ടെന്നീസ്, ഹി ഡ്രാങ്ക് ടീ. എന്താണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കാണിക്കുവാൻ വേണ്ടി, ചലനമുള്ള ആക്ഷനുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് പറയുന്നത്? ആക്ഷൻ വേർബുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ ദേ ആർ ബ്രദേഴ്സ്, ഷീ ലൈക്ക് ഐസ്ക്രീംസ്, ഷീ ലൈക്ക് മ്യൂസിക്സ്. ഇതൊക്കെ എന്താണ്? ഒരു സ്റ്റേറ്റീവ് ആയിട്ടുള്ള വേർബാണ്. സ്റ്റേറ്റീവ്, ചലനമില്ലാത്ത, സ്ഥിരതയുള്ളതാണ്. എന്ന് വെച്ചാൽ ചലനമില്ലാത്ത വേർബുകളാണ് സ്റ്റേറ്റീവ് വേർബുകൾ എന്ന് നമ്മൾ പറയുന്നത്. ദെൻ വേർബുകളെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് മെയിൻ വേർബ് എന്നും ഒന്ന് ഓക്സിലറി വേർബ് എന്നും. ഈ ഓക്സിലറി വേർബ്സിനെ നമ്മൾ ഹെൽപ്പിംഗ് വേർബ്സ് എന്നും പറയാറുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ഓക്സിലറി വേർബ്സിനെ ഹെൽപ്പിംഗ് വേർബ്സ് എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പൊ മെയിൻ വേർബിനെ നമ്മൾ രണ്ടായി തിരിക്കുന്നു. മെയിൻ വേർബ് എന്നും ഓക്സിലറി വേർബ് എന്നും തിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ മെയിൻ വേർബിനെ ഓക്സിലറി വേർബും മെയിൻ വേർബും എങ്ങനെ മനസ്സിലാവും? അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. രവി വാച്ചിങ് ടി വി. രവി ടി വി കാണുകയാണ്. അപ്പൊ അതൊരു മെയിൻ വേർബാണ് അല്ലെ. അവിടെ മെയിൻ വേർബായിട്ട് വാച്ചിങ് എന്ന് പറയുന്നത് ഒരു മെയിൻ വേർബായിട്ട് വന്നിട്ടുണ്ട്. ദെൻ അടുത്തത് എക്സാമ്പിൾ വരുമ്പോ രവി ഈസ് വാച്ചിങ് ടി വി എന്ന് പറയുമ്പോൾ അവിടെ ഈസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓക്സിലറി വേർബാണ്, ഒരു ഹെൽപ്പിംഗ് വേർബാണ്. അവിടെ മെയിൻ വേർബായിട്ടുള്ള വാച്ചിങ് ടി വി എന്ന് പറയുന്നതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഒരു ഓക്സിലറി വേർബായിട്ടുള്ള ഈസ് അവിടെ വന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വേർബുകളെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഓക്സിലറി വേർബ് എന്നും മെയിൻ വേർബ് എന്നും പറയുന്നത്. അപ്പൊ വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രവൃത്തി, ആക്ഷൻ. ഇതൊക്കെ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സോട് കൂടി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.